ഒന്ന് 1 മിനിറ്റ് 39 സെക്കൻഡ് അല്ലേ? അതിനുശേഷം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിഞ്ചൂസ് ഹായ്. നമ്മൾ ഇപ്പോ ക്വസ്റ്റ്യൻസ് ഒന്നും എടുക്കുന്നില്ല. നമ്മൾ ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വിഷയത്തിന്റെ പേരാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് ആറ്റിറ്റ്യൂഡ് ഇൻ സ്പോർട്സ് എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, എത്രത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ് സ്പോർട്സിന്റെ ലോകത്ത്, കായിക ലോകത്ത് എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമുക്ക് ഒരാളുടെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് അയാളുടെ ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റിയും രണ്ടും ഡിഫറെന്റ് ആണ്. പേഴ്സണാലിറ്റിയെ കുറിച്ച്, വ്യക്തിത്വത്തിനെ കുറിച്ച് നമുക്ക് വേറെ ഒരു സമയത്ത് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആറ്റിറ്റ്യൂഡ് മാത്രമാണ്. എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സമ്മറി ഇവാലുവേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഓഫ് തോട്ട്. അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ചിന്തയെ കുറിച്ചോ ഒക്കെയുള്ള നമ്മളുടെ ഒരു അസസ്മെന്റ് ആണ്, ഒരു ഇവാലുവേഷൻ. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ, നമ്മൾ അതിനെ കണക്കാക്കുകയാണ് ഒരു പ്രത്യേക രീതി. അതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് പല കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ടുണ്ടാകും. നമ്മുടെ ആ സമയത്ത് സിറ്റുവേഷൻ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ നിയന്ത്രിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പെർസെപ്ഷൻ, നമ്മൾ അതുവരെ പഠിച്ചു വെച്ച കാര്യങ്ങൾ ആറ്റിറ്റ്യൂഡിനെ നിർണ്ണയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക സാധനത്തെയോ ഒരു ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ചിന്തയെയോ നമ്മൾ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അത് ഒരു കുറച്ച് ചാലഞ്ചിങ് ആണെങ്കിൽ അതിൽ നിന്നും എന്തെങ്കിലും നല്ലത് നമുക്ക് പ്രതീക്ഷിക്കാമോ എന്നുള്ള രീതിയിൽ അതിനെ നോക്കി കാണുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മൾ അതിൽ നിന്നും ചിലപ്പോൾ ഒരു സെറ്റ് ബാക്ക് ആയിരിക്കും, ചിലപ്പോൾ നമുക്കുണ്ടായ ഒരു പ്രശ്നമായിരിക്കും. അപ്പൊ നമ്മൾ അതിൽ നിന്നും എന്തെങ്കിലും പഠിക്കാൻ അവസരമുണ്ടോ, അല്ലെങ്കിൽ അത് നന്നാക്കാൻ, അല്ലെങ്കിൽ അത് നന്നാക്കുന്നതിലൂടെ മുമ്പത്തേക്കാൾ മികച്ച രീതിയിലേക്ക് പോകാൻ അവസരമുണ്ടോ, നമുക്ക് അതിൽ നിന്നും ഗ്രോ ചെയ്യാൻ പറ്റുമോ, വളരാൻ പറ്റുമോ, പഠിക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ രീതിയിൽ ഒരു ചിന്തയെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഭവത്തെയോ ഒരു പ്രത്യേക വസ്തുവെയോ ഒക്കെ നോക്കി കാണുന്നതിനെയാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇത്ര പ്രധാനമാകാനുള്ള കാരണം? അതിന്റെ ഒന്നാമത്തെ കാരണം ആണ്, ഇതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നത്. ഒരുപാട് കാരണങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇതിനെ സാധുവാക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ട്, വൈ ഡസ് ഇറ്റ് മാറ്റർ എന്നുള്ള കാര്യത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട 6 പോയിന്റുകളാണ്. അത് സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, നമ്മൾ പന്ത് കളിക്കുന്ന ആളുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഫോസ്റ്റേഴ്സ് റെസിലിയൻസ് ആൻഡ് പെർസെവറൻസ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു റെസിലിയൻസ് ഉണ്ടാക്കാനും, ഒരു പ്രതിരോധ ശക്തി, അല്ലെ? എന്ത് സംഭവം, എന്ത് ഭൂമി കുലുങ്ങിയാലും നമ്മൾ കുലുങ്ങൂല. നമ്മളെ ടീം തോറ്റു നിന്നാലും കുഴപ്പമില്ല, നമ്മൾ കുലുങ്ങൂല. നമ്മളെ വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ, വളരെ സ്റ്റേബിൾ ആയിട്ട് തന്നെ കളിക്കും. അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണമെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായേ പറ്റും. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ആളുകൾ എന്താ ചെയ്യുക, നമ്മളൊരു സെറ്റ് ബാക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ടീമിന് ഒരു ഗോൾ വഴങ്ങുമ്പോൾ നമ്മുടെ ക്യാരക്ടറിനെ അത് ബാധിക്കുകയും നമ്മൾ വീണ്ടും തോൽവിയിലേക്ക് പോവുകയും ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തമായിട്ട് തിരിച്ചു വന്ന FC ഗോവയുമായിട്ടുള്ള കളി. എന്താ സംഭവിച്ചത്? 2 ഗോള് തിരിച്ചു വഴങ്ങിയപ്പോഴേക്കും ഗോവൻ ടീമിന്റെ ക്യാരക്ടർ ആകെ മാറി. അവരുടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജിലേക്കും അപ്രോച്ചിലേക്കും ഒക്കെ അവരുടെ കംപ്ലീറ്റ് കളി മാറുകയാണ് ഉണ്ടായത്. അതിന്റെ ഒരു കാരണം അവരുടെ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അവരുടെ ക്യാരക്ടർ മാറി. കാരണം പലപ്പോഴും ഇൻഡിവിജ്വലി അവർ നോക്കിക്കാണുന്ന അവരുടെ തോട്ട് പ്രോസസ്സും ഇതിന്റെ ഭാഗം തന്നെയാണ്. അവര് എങ്ങനെയാണ് ആ കാര്യത്തിൽ, ഇപ്പൊ സ്റ്റേഡിയത്തിൽ നല്ല പ്രഷർ ഉണ്ട്, കാണികളുടെ ഭാഗത്ത് നല്ല പ്രഷർ ഉണ്ട്, പിന്നെ നല്ല ആരവങ്ങളുണ്ട്, പിന്നെ 2 ഗോൾ കൂടി വഴങ്ങിയപ്പോഴേക്ക് അവരുടെ എല്ലാ ക്യാരക്ടറും നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ആ റെസിലിയൻസ് കാത്തു സൂക്ഷിക്കണമെങ്കിൽ
നമുക്ക് എന്ത് വേണം? നല്ല പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വേണം. രണ്ടാമത്തേതാണ് ഇത് ഒരു നമ്മുടെ ടീമുമായിട്ടുള്ള ഒരു കെമിസ്ട്രി ഉണ്ടാക്കുകയും അല്ലെ, അത് വലുതാക്കുകയും നന്നാക്കുകയും. നമ്മുടെ ടീമുമായിട്ട്, നമ്മളൊരു ഫുട്ബോൾ ഒരു ടീം പ്ലെയർ ആണ്, ടീം ഗെയിമാണ്. ഈ ടീം ഗെയിം ആകുമ്പോഴുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് എത്ര ഇൻഡിവിജ്വലി നല്ല സ്കില്ലാണെങ്കിലും ആ ടീമിലേക്ക് സെറ്റ് ആയിട്ടില്ലെങ്കിൽ കോച്ചസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യും. മാത്രമല്ല നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയും വരും. നിങ്ങളുടെ കൊളാബറേഷനെ അത് ബാധിക്കും. കൊടുക്കൽ വാങ്ങലുകളെയും അതേപോലെ ഒന്നിച്ച് പെർഫോം ചെയ്യുന്നതിനെയും, നമ്മുടെ സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ ടീംമേറ്റ് ഗോൾ അടിക്കുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുന്നതിനൊക്കെ ആറ്റിറ്റ്യൂഡ് ക്ലിയർ അല്ലെങ്കിൽ അത് ബാധിക്കും. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യേണ്ട ഒരു കാര്യം അതും കൂടിയാണ്. ഒരു മൂന്നാമത്തെ കാര്യമായിട്ട് നമുക്ക് പറയാനുള്ളത്, ഇത് അഡാപ്റ്റബിലിറ്റിയെ ഉണ്ടാക്കുന്നില്ല. നമുക്കൊരു പ്രത്യേക സെനാരിയോയിലേക്ക് നമ്മൾ അഡാപ്റ്റ് ആകണമെങ്കിൽ നമ്മളെ സ്വയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് പാകമായിട്ട് മാറി ടീമിന്റെ ഉള്ളിലേക്ക് നിൽക്കണമെങ്കിൽ എന്താവണം? ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എന്നും പറയുന്നത്. ഇപ്പോൾ ഇമ്പ്രൂവ്മെന്റ് രണ്ട് രീതികളിലാണ്. ഒന്ന്, നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഇമ്പ്രൂവ്മെന്റ് എല്ലാം പോയിട്ട് നേരെ താഴെ വരും. പിന്നെ നമുക്ക് സീറോയിൽ നിന്ന് തുടങ്ങിയിട്ട് വീണ്ടും ഇമ്പ്രൂവ് ആകേണ്ട ഒരു അവസരം വരും. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പ്രൂവ് ആവുന്നു, അത് വളരെ ബേസ് ഉണ്ടാവും നമുക്ക് അതില്. അപ്പോൾ നമ്മൾ സ്റ്റേബിൾ ആവും, എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് ഇമ്പ്രൂവ് ആവുന്നു, വീണ്ടും നമ്മൾ സ്റ്റേബിൾ ആവുന്നു, പിന്നീട് ഇമ്പ്രൂവ് ആവുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു സെറ്റ് ബാക്ക് വന്നാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഷാറ്റേഡ് ആവാതെ, നമ്മൾ ലൈഫിൽ കംപ്ലീറ്റ്ലി കൊളാപ്സ് ആവാതെ, നമുക്ക് എന്തായാലും ഒരു ബേസിക് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഓൾറെഡി ഉണ്ടാവും. അപ്പൊ എന്താണ് അതുകൊണ്ടുള്ള ഗുണം? നമുക്ക് വീണ്ടും സീറോയിൽ നിന്നും തുടങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ പേഴ്സണാലിറ്റിയും നമ്മുടെ ആറ്റിറ്റ്യൂഡും എല്ലാം വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നീട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഇത് കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യും എന്നുള്ളത്. കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക അറിയാലോ. നമ്മുടെ എന്ത് ജേർണി ആണെങ്കിലും, നമ്മുടെ ജീവിതത്തിന്റെ യാത്രയാണെങ്കിലും, നമ്മുടെ കളിയിലെ യാത്രകളാണെങ്കിലും ഒക്കെ ആദ്യം ഒരു ചെറിയ സ്റ്റെപ്പിൽ നിന്നും ആരംഭിച്ച് അതിന്റെ മുകളിലേക്കുള്ള സ്റ്റെപ്പിലേക്ക് ചെന്ന് അതിൽ നിന്ന് വീണ്ടും മുകളിലേക്കുള്ള സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അവിടങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു ജാലി കോച്ചുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ചില ഏരിയകൾ, ഇപ്പൊ ഒരു താഴെയുള്ള ഒരു പ്ലെയർ, ഫോർ എക്സാമ്പിൾ ഒരു KPL കളിക്കുന്ന ഒരു പ്ലെയർ ഒരു സന്തോഷ് ട്രോഫിയിലേക്ക് പോകുമ്പോൾ അയാളുടെ കളിയുടെ ലെവൽ മാറുകയാണ്. അപ്പം KPL ചിലപ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ടാവും, കാരണം അവിടെ അവന് ആ കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷെ സന്തോഷ് ട്രോഫിയിലേക്ക് ചെല്ലുമ്പോൾ ആ കോൺഫിഡൻസ് കാത്തു സൂക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നേക്കാം. കാരണം അവിടെ വേണ്ട കോൺഫിഡൻസ് നെക്സ്റ്റ് ലെവൽ കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസിലല്ല നമ്മൾ ഒരു ISL കളിക്കേണ്ട സമയത്ത് ഉണ്ടാവേണ്ടത്. കാരണം അവിടെ എത്തുമ്പോൾ നമുക്കറിയാം നമ്മുടെ കളിയുടെ ഇന്റൻസിറ്റി മാറി, നമ്മുടെ ഓപ്പണന്റ് ടീം, നമ്മുടെ കൂടെ കളിക്കുന്ന ആളുകൾ മാറി, കുറച്ചും കൂടി ഹയർ ലെവൽ പെർഫോം ചെയ്യുന്ന ആളുകളാണ്. അവിടെ എത്തുമ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു തോട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഈ ചാലഞ്ചസിനൊക്കെ മറികടക്കാൻ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ മെന്റൽ ടഫ്നെസ്, നമ്മുടെ മനസ്സിന്റെ ടഫ്നെസ് എന്ന് പറഞ്ഞാൽ കരുത്ത്. ആ കരുത്തിനെ നിലനിർത്താനും ആറ്റിറ്റ്യൂഡ് വളരെ നന്നായിട്ട് നമ്മളെ സഹായിക്കും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നല്ല ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ നമുക്ക് ഈ മാനസികമായിട്ടുള്ള കരുത്ത് വേണ്ട സമയങ്ങളിൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള തോട്ടിലേക്ക്, ചിന്തകളിലേക്ക് മാറുകയും നമുക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്നും മറികടക്കാൻ പറ്റാതെ വരികയും ചെയ്യും. അപ്പോൾ ഇനി വേറൊരു കാര്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ലീഡർഷിപ്പ് ഇൻഫ്ലുവൻസ്. അതായത് നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും. എല്ലാ ആളുകൾക്കും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, അതിനെ നമ്മൾ മിനുക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അറിയാലോ, നമ്മുടെയൊക്കെ കണ്ടം കളിയിൽ വരെ ചില ആളുകളായിരിക്കും ബോൾ വാങ്ങാൻ മുൻകൈ എടുക്കുന്നത്, ചില ആളുകളായിരിക്കും ടീം ഇടാൻ മുൻകൈ എടുക്കുന്നത്, ചില ആളുകളായിരിക്കും ഗ്രൗണ്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്നത്, ചില ആളുകളായിരിക്കും എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണെങ്കിൽ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റികൾ എപ്പോഴും മുന്നിൽ നിൽക്കും. അത് മുന്നോട്ട് വരാനും അത് മിനുങ്ങി വരാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. ഇത് മൂലം മറ്റുള്ള ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇൻസ്പയർ ചെയ്യുന്ന പറഞ്ഞാൽ
നമ്മൾ അവരുടെ കൂടെ കളിക്കുന്നത് തന്നെ മറ്റാളുകൾക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും, അത് ഇഷ്ടമായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വേണം എന്ന് പറയുന്നതിന്റെ നമ്മൾ അവസാനത്തെ ഒരു കാരണമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇതിന്റെ ഒരുപാട് വേറെ വശങ്ങളുമുണ്ട്, അത് നമുക്ക് മറ്റു വീഡിയോകളിൽ ചർച്ച ചെയ്യാം. കോച്ചബിലിറ്റി എന്ന് പറയുന്ന ഒരു ഗുണമാണ്. കോച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ കോച്ചബിലിറ്റി ഇല്ലെങ്കിൽ, ഇപ്പൊ ഞാൻ നല്ലൊരു പ്ലെയർ ആണ്, പക്ഷെ എനിക്ക് ഒരു കോച്ചിന്റെ നിർദ്ദേശങ്ങളെ കോച്ച് പറയുന്നത് പോലെ നടപ്പിലാക്കാനോ, അതുമല്ലെങ്കിൽ ആ കോച്ച് പറയുന്നത് കേൾക്കാൻ, അത് ലിസണിങ്, നമുക്കത് കേൾക്കാനുള്ള ഒരു കഴിവില്ലെങ്കിലോ ഒക്കെ വലിയ ഇഷ്യൂ ആണ്. എന്നാൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ഒരാളെ സംബന്ധിച്ച് കോച്ചബിലിറ്റി ഉണ്ടാവും. അത് നമ്മളെ കോച്ച് പറയുന്നത് മാത്രമല്ല, നമ്മുടെ ഒരു പിയർ, നമ്മുടെ ഒരു ടീംമേറ്റ് നമുക്ക് നല്ലൊരു കാര്യം ഉപദേശിക്കുമ്പോൾ നമുക്ക് അതിൽ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ടാവും. അതേപോലെ തന്നെ ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും, ചിലപ്പോൾ നമ്മളെക്കാൾ താഴ്ന്ന ഒരാളായിരിക്കും, നമ്മളോട് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് മാറാനുള്ള, അത് ഉൾക്കൊള്ളാനും മാറ്റേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മാറേണ്ടുന്ന കാര്യങ്ങൾ മാറ്റാനുമുള്ള ഒരു 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 തയ്യാറെടുപ്പ് നമുക്കുണ്ടാവും. ആ ഒരു കാര്യത്തിൽ നമ്മൾ കോച്ചബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൂടെയാണ് ഇംപ്രൂവ്മെന്റ് സാധ്യമാകുക. ഇനി എന്തൊക്കെയാണ് ഒരു ഗുഡ് ആറ്റിറ്റ്യൂഡിന്റെ കോമ്പണൻസ് എന്ന് പറയുന്നത്? എപ്പോഴാണ് നമുക്ക് നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് നമ്മൾ പറയുക? ഒന്നാമത് നമ്മുടെ പോസിറ്റിവിറ്റി തന്നെയാണ്. നമ്മൾ എവിടെ ചെല്ലുമ്പോഴും എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് നോക്കിക്കാണുന്ന ആളാണോ? നമുക്കൊരു ഇഷ്യൂ വന്നു, നമുക്ക് ടീം സെലക്ഷൻ കിട്ടിയില്ല, ഓക്കെ, അതിനെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതോ അവിടെയുള്ള കോച്ചസിനെയൊക്കെ തെറി പറഞ്ഞ്, ഇവിടെയുള്ള സിസ്റ്റത്തിനെ ഒക്കെ തെറി പറഞ്ഞ് നമ്മൾ വളരെ നിരാശനായിട്ട് വീട്ടിലേക്ക് വരികയാണോ ചെയ്യുന്നത്? അതോ ഓക്കെ, ഞാൻ ഇന്നൊരു കാര്യം പഠിച്ചു. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ചില സെലക്ഷൻ പ്രോഗ്രാമുകളൊക്കെ ഫിക്സ്ഡ് ആയിരിക്കും. എല്ലാ സെലക്ഷൻ പ്രോഗ്രാമുകളും വളരെ നല്ല രീതിയിലൊന്നല്ല, ചിലതൊക്കെ കാശ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നടത്തുന്ന സെലക്ഷൻ പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ ഈ സെലക്ഷൻ പ്രോഗ്രാം ചെയ്തതിനു ശേഷം പിന്നെ ഞാൻ സെലക്ഷന് ഫീസ് വാങ്ങണ്ട എന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടോ. കാരണം ചില നിയന്ത്രണങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. നമ്മൾ എല്ലാ മേഖലകളിലും കാണുന്ന നിയന്ത്രണങ്ങളാണ്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. കാരണം പല കോച്ചുമാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സെലക്ഷൻസ് ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ നടത്തണം എന്നുള്ളത്. അത് ഒരു പ്രൈവറ്റ് അക്കാദമികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണത് വർക്ക്ഔട്ട് ആകുക എന്നുള്ളത് ഒരു ഡിഫറെന്റ് ഡിസ്കഷൻ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പിന്നെ തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെ ഒരു സെലക്ഷൻ ട്രയലിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തു, സെലക്ഷൻ കിട്ടിയില്ല. അപ്പോൾ എന്താണ് അവിടുത്തെ കാര്യങ്ങൾ? അതിനെ നമ്മൾ എങ്ങനെ പോസിറ്റീവായിട്ട് കാണാം? ചിലപ്പോൾ നമ്മുടെ കളിയിൽ ഉള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയേക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാണാത്തൊരു കാര്യം നമ്മൾ കണ്ടിരിക്കും, നമ്മൾ വേറൊരു പ്ലെയറിൽ ഒബ്സർവ് ചെയ്യുന്ന കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടാവും, അത് നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. ഇനി നമുക്ക് സിസ്റ്റം തന്നെ റോങ് ആണ്, അപ്പൊ നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം, ഓക്കെ, ഞാൻ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറുകയും മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് തിരിച്ചു വരാം. അല്ലെ, എത്രയോ മറ്റു മാർഗങ്ങളുണ്ട്. ഫുട്ബോൾ സിസ്റ്റവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന, ലീഡർഷിപ്പിന്റെ മേഖലകളിലേക്ക് വരാൻ പറ്റുന്ന എത്രയോ മാർഗങ്ങൾ. അപ്പൊ പറഞ്ഞു വന്നത്, ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ റെസിലിയൻസ്, പ്രതിരോധമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് നിങ്ങൾ തകർന്നു പോകുന്ന ആളാണോ? വളരെ ഇമോഷണൽ ആകുന്ന ആളാണോ? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ റെസിലിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഓക്കെ, എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ടീം സ്പിരിറ്റ് ഉണ്ടോ? നിങ്ങൾക്ക് ഒരു ടീമിന്റെ ഭാഗമായിട്ട് മാറുമ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ടീംമേറ്റ് തെറ്റുകൾ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ചില ടീംമേറ്റ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അരഗന്റ് ആയിരിക്കും ആളുകൾ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഡൈനാമിക്സിലേക്ക് നിങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ മറ്റുള്ള ആളുകളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇവിടെയും ഞാൻ കോച്ച് ജാലി പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതായത് സ്കൂളിലേക്ക് പോകുമ്പോൾ ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം, അല്ലെ? അതെല്ലാവരും റെസ്പെക്ട് ചെയ്യും. പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവും. ആ സെക്യൂരിറ്റി ഗാർഡിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതല്ലെങ്കിൽ നമ്മളെ സ്കൂളിലെ പ്യൂണിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി താരതമ്യേന
കുറഞ്ഞ ജോലി ചെയ്യുന്ന ആളുകൾ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചേച്ചി നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ റെസ്പെക്ട് സെലക്റ്റീവ് ആയിട്ടാണോ കൊടുക്കുന്നത്? നമുക്ക് ഉപകാരമുള്ള ആളുകൾക്ക് മാത്രമാണ് റെസ്പെക്ട് കൊടുക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. പിന്നെ വേറൊരു കാര്യമാണ് ഓപ്പൺനെസ് ടു ലേൺ എന്ന് പറയുന്നത്, ലേണിംഗ് എന്ന് പറയുന്നത്. പഠിക്കാനുള്ള ഓപ്പൺനെസ് ഉണ്ടോ? ഇന്ന് നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണോ? അത് മതി, അല്ലെങ്കിൽ അത് എല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞിരിക്കണോ? അടുത്ത ലെവലിലേക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ഒരു വിമുഖതയുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലാണ്. എന്നാൽ നിങ്ങൾക്ക് അതിനേക്കുള്ള വിമുഖതയാണ് ഉള്ളതെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരാളാണ് താങ്കൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി എങ്ങനെയാണ് നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക? അതിനുള്ള സ്ട്രാറ്റജികൾ എന്തൊക്കെയാണെന്നുള്ള അതിൽ ഒന്നാമത്തെ സ്ട്രാറ്റജിയാണ് നമ്മൾ എല്ലാത്തിനെയും ഒരു ഗോൾ സെറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡയറക്ഷനോട് കൂടിയിട്ട് സമീപിക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷനും നിങ്ങൾക്ക് എവിടേക്കാണ് സഞ്ചരിക്കേണ്ടത് എന്നുള്ള ബോധ്യവും ഒക്കെ വരും. അപ്പോൾ ഈ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഗോൾ സെറ്റിങ്സ് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞു എങ്ങനെയാണ് ഒരു ഫുട്ബോളർ നമ്മുടെ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വർഷം ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ഈ വർഷം ഞാൻ ചെയ്യേണ്ടുന്ന ട്രെയിനിങ്ങുകൾ, ഈ വർഷം എനിക്ക് ഇത്ര ഫീ ചെലവാകേണ്ടി വരും, അപ്പം അതിന് എനിക്ക് ചിലപ്പം എൻ്റെ പേരൻസിനെ സോപ്പിടേണ്ടി വരും, അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശനെ സോപ്പിടേണ്ടി വരും, മുത്തശ്ശിയെ അപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത്ര വേണം. അതേപോലെ ഈ വർഷം ഞാൻ വാങ്ങുന്ന ബൂട്ട് എനിക്ക് ചിലപ്പം മിനിമം ബൂട്ട് എനിക്ക് വേണ്ടി വരുന്നുള്ളൂ. കാരണം ബൂട്ടിന് ഞാൻ കൂടുതൽ കാശ് ചെലവാക്കിയാൽ എനിക്ക് കോച്ചിങ്ങിന് പോകാൻ നല്ല കോച്ചിന്റെ അടുത്ത് ഫീ കൊടുക്കാൻ എനിക്ക് കഴിയില്ല. അപ്പൊ കോച്ചിങ്ങിന്റെ ക്വാളിറ്റി കുറയും എന്നുള്ള രീതിയിലുള്ള ഒരു ഗോൾ സെറ്റിംഗ്. എത്ര ട്രെയിനിങ്ങുകൾ ചെയ്യണം, ഫിറ്റ്നസ് ട്രെയിനിങ്ങുകൾ എങ്ങനെ, ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായ ഒരു ധാരണയോട് കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ ഡയറക്ഷനും അവിടെ ഉണ്ടാവും. അതേ സമയത്ത് തന്നെ നമുക്ക് മോട്ടിവേഷൻസ് ഉണ്ടാവും. കാരണം ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്കറിയാം ഞാൻ ഇന്ന കാര്യം അച്ചീവ് ചെയ്തു, ഇത്ര ഹവേഴ്സ് ഇത്ര ദിവസം ഞാൻ ട്രെയിനിങ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മൾ ടെക്നിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ്ങോട് കൂടി ഫിറ്റ്നസ് റിലേറ്റഡ് ട്രെയിനിങ്ങോട് കൂടി തന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള ട്രെയിനിങ്ങോട് ചെയ്യുക. നമ്മൾ മെന്റൽ ഇമേജറി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ചില സമയത്ത് നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ അന്ന് ചെയ്ത കാര്യങ്ങളിലൊക്കെ ഒന്ന് റിഫ്ലക്ട് ചെയ്യുക. എന്തൊക്കെയാണ് ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങൾ, ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ കാര്യങ്ങളിലേക്കാണ്. അപ്പൊ നമ്മൾ മനസ്സിലിങ്ങനെ നിൽക്കണം. നമ്മുടെ സ്കൂൾ ടീമിലേക്ക് സെലക്ഷൻ കിട്ടി, നമ്മൾ ആ ടീമിനോട് കൂടി കളിക്കാൻ പോകുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരണം. നമ്മൾ KPL ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ട് കളിക്കാൻ പോകുന്നതും KPL കപ്പ് ഉയർത്തുന്നതും നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരണം. അതേപോലെ തന്നെ ഫോക്കസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ വലിയ ഇഷ്യൂസ് ആണ് ഫോക്കസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, അല്ലെ? ഫോക്കസ് വളരെ ചെറുതാണ്. നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയും ഒരു കാര്യത്തിൽ തന്നെ. ഇപ്പം ഇത്തരത്തിലുള്ള ഒരു വലിയ വീഡിയോ കാണുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ചെറിയ വീഡിയോ 5 മിനിറ്റിന്റെ 2 മിനിറ്റ് 3 മിനിറ്റിന്റെ ക്യാപ്സ്യൂളുകളൊക്കെ ആയിട്ട് തന്നെ നമുക്ക് വരണം. എന്നാൽ അതിൽ നിന്നും പഠിക്കുന്നതിനേക്കാൾ എത്രയോ അധികം ഇങ്ങനെയുള്ള ലോങ് ഫോം വീഡിയോസിൽ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അതിനുള്ള അറ്റൻഷൻ ഉണ്ടാവില്ല, അതിനുള്ള പേഷ്യൻസ് ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ വളർത്തിയെടുക്കാനുള്ള കാര്യങ്ങൾ വേണം. ഫോക്കസ് വലുതാക്കാനുള്ള ട്രെയിനിങ്ങുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കാംനെസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതൊക്കെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാട് നീളം ആയിട്ട് മാറും. അതേപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ്ങിനെയൊക്കെ അഡ്വൈസിഫൈ ചെയ്യുക. അതിനൊക്കെ ഒരുപാട് മേഖലകളിലൂടെയുള്ള ട്രെയിനിങ്, വ്യത്യസ്തമായുള്ള ട്രെയിനിങ്ങുകളൊക്കെ ചെയ്യുക. കൂടുതൽ ചാലഞ്ചിങ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ ചെയ്യുക. അതിലൂടെ ഒരു റെസിലിയൻസ് നമ്മൾ മെല്ലെ മെല്ലെ ക്രിയേറ്റ് ചെയ്യുക. 10 പുഷപ്പ് ചെയ്യുന്ന ആള് 15 പുഷപ്പ് ചെയ്തിട്ട് ആ ഒരു റെസിലിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മുടെ ഫിസിക്കാലിറ്റിയെയും സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ മെന്റൽ പവറിനെയും അത് വല്ലാതെ സഹായിക്കും. വേറൊരു കാര്യമാണ് ഈ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് എന്ന്. നമ്മൾ കൂടെ കളിക്കുന്ന ആളുകളോട് ചോദിക്കാം, ഡിസ്കഷൻ ആരംഭിക്കാം. ഇന്ന് നിന്റെ കളി ഇങ്ങനെയൊക്കെയായിരുന്നു, പക്ഷെ എന്റെ കളിയെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കാം. അപ്പം അവരുടെ ഫീഡ്ബാക്ക് കിട്ടിയിട്ട് കോച്ചുമാരുണ്ടെങ്കിൽ കോച്ചിനോട് ചോദിക്കാം.
കോച്ച് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഞാൻ നന്നായി ചെയ്തത്, അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെന്നാണ് ഇന്നത്തെ എൻ്റെ കളിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് കോച്ചിനോട് ചോദിക്കാൻ പറ്റും. അതേപോലെ തന്നെ ചാലഞ്ചുകളെ അവസരങ്ങളായിട്ട് കാണുക. അത് വലിയ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒപ്റ്റിമിസം ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് പോലെ വലിയൊരു ക്വാളിറ്റിയാണ്. നമുക്കൊരു ചാലഞ്ച് ഉണ്ട്, അതൊരു അവസരമായിട്ട് കാണുകയും അതിനെ മറികടക്കാൻ ചെയ്യുക. ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അതൊരു ചാലഞ്ചാണ്. സോ നമുക്ക് അതിനെ എങ്ങനെ മറികടക്കാം? ഷൂട്ടിംഗ് പ്രാക്ടീസുകളിലൂടെ ചെയ്തിട്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ആയിരിക്കും, ഓക്കെ നമുക്കപ്പം ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യാം. ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ്, അതിന്റെ കൂടെ നമുക്ക് ചെറിയ മസിൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം അല്ലെ. ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടെക്നിക്കലായിട്ടുള്ള വശങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ മസിലിന്റെ പവറൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ മസിൽ ബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു അവസരമാണ്. നമ്മുടെ കാലിന്റെ മസിലുകളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്, അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക. ഇങ്ങനെയുള്ള ഫീഡ്ബാക്കുകൾ എടുക്കലും ചാലഞ്ചസിനെ അവസരങ്ങളായിട്ട് കാണലും ഒക്കെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യാനുള്ള ഓരോ മാർഗങ്ങളാണ്. പ്രധാനമായിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ചുറ്റിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ കൊണ്ട് നിറക്കുക എന്നുള്ളത്. അതില്ലെങ്കിൽ എന്ത് സംഭവിക്കുക? നമ്മളുടെ ഉള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നഷ്ടപ്പെടും. എല്ലാറ്റിനെയും കുറ്റം പറയുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. പിന്നെ കുറ്റം പറയുന്ന ആളുകൾ മാത്രമല്ല, ഇനിയിപ്പോ എന്തെങ്കിലും ഫീഡ്ബാക്ക് തരണമെങ്കിലും അത് നമ്മളെ ഹേർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളെ ഡാമേജ് ആക്കിയിട്ട് ഫീഡ്ബാക്ക് തരുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. സോ എന്ത് ചെയ്യണം? നമ്മൾ അത്തരം ആളുകളിൽ നിന്നും വിട്ടു നിൽക്കുക. കുറച്ചും കൂടി പോസിറ്റീവായിട്ടുള്ള പോസിറ്റിവിറ്റി ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ആളുകൾ, ചില ആളുകളുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ നൃത്തം തന്നെ നമുക്ക് നന്നായിട്ട് ഒരു മോട്ടിവേഷൻ തരുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ആളുകളെടുത്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിലൊക്കെ ഇൻവോൾവ് ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതൊക്കെ നമ്മളെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. ഇനി നിങ്ങൾ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്താൽ എങ്ങനെയാണ് നിങ്ങളുടെ പെർഫോമൻസിനെ അത് സഹായിക്കുക? നിങ്ങളുടെ പെർഫോമൻസിനെ സഹായിക്കുന്ന രീതികൾ എന്തൊക്കെയാണ്? അതിലൊന്നാണ് നിങ്ങൾക്ക് മെന്റൽ ടഫ്നെസ് കൂടും, മാനസികമായുള്ള പ്രതിരോധം കൂടും. അതേപോലെ നിങ്ങൾക്ക് ഫോക്കസും കോൺസെൻട്രേഷനും ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് കൂടും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഇപ്പം ഒരു സെനാരിയോ അവിടെ ഉണ്ട്, അപ്പൊ നിങ്ങൾ നെഗറ്റീവായിട്ടാണ് അതിനെ കാണുന്നെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അതിന് നല്ല വശങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒന്നും കഴിയില്ല. നമ്മൾ ഇമോഷണലി തന്നെ നമ്മൾ ഷാറ്റേഡ് ആയിട്ട് പോകും. അപ്പം നല്ല പോസിറ്റീവ് ഉണ്ടാക്കുന്നതിലൂടെ ആ ഒരു കാര്യം നിങ്ങളെ ആ ഒരു കഴിവ് നിങ്ങളെ എൻഹാൻസ് ചെയ്യും. എന്തിന്? ഫോക്കസ് ഉണ്ടാവാനും കോൺസെൻട്രേഷൻ കൂട്ടാനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു പോസിറ്റീവ് ടീം എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടീമിലൊരു പോസിറ്റിവിറ്റി ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ തോൽക്കുമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച അച്ചീവ്മെന്റ് ഒന്നും ആ ടീമിൽ കിട്ടിക്കൊള്ളുന്നില്ല, പക്ഷെ നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും. ആ പോസിറ്റിവിറ്റി വെച്ചിട്ട് കൂടുതൽ നന്നായിട്ട് ട്രെയിനിങ് ചെയ്യാനും അടുത്ത തവണ കൂടുതൽ നന്നായിട്ട് കളിക്കാൻ ചിലപ്പോൾ അത് നിങ്ങളെ സഹായിക്കും. അടുത്തൊരു കാര്യമാണ് അഡാപ്റ്റബിലിറ്റി ആൻഡ് ചാലഞ്ചസ്. ഇൻക്രീസസ് അഡാപ്റ്റബിലിറ്റി ടു ചാലഞ്ചസ്. അതായത് ചാലഞ്ചുകൾ ഉണ്ടാകുമ്പം അതിലേക്ക് അഡാപ്റ്റ് ആവാൻ, അതിലേക്ക് ഇഴുകിച്ചേരാനും അതിനനുസരിച്ച് മാറാനും ആ ചാലഞ്ചിനെ മറികടക്കാനുമുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കപ്പെടും എന്നുള്ളത്. അപ്പം എല്ലാവർക്കും ഒരു ചാലഞ്ച് കിട്ടുന്നത് ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ കഴിഞ്ഞ തവണ ഒരു കൊലപാതകം നമ്മൾ കണ്ടു ഒരു കോളേജ് ക്യാമ്പസിൽ. ഇപ്പൊ നമ്മളൊക്കെ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന കുട്ടികളൊക്കെ ചിലപ്പം നാളെ കോളേജിൽ പോകേണ്ട ആളുകളായിരിക്കും, കോളേജിൽ പഠിക്കുന്ന ആളുകളായിരിക്കും. അവിടെ നിങ്ങൾ ഒരു വലിയ ശക്തമായ ഒരു അനീതി കാണുമ്പം എങ്ങനെ നിങ്ങൾ അതിനെ നോക്കി കാണുക? അല്ലെങ്കിൽ നമ്മുടെ ഒരു പിയറിനെതിരെ, നമ്മുടെ ഒരു ക്ലാസ്മേറ്റിനെതിരെ, നമ്മളോടൊപ്പം പഠിക്കുന്ന ഒരു കുട്ടിക്കെതിരെ ശക്തമായ അനീതി കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ നോക്കി കാണുക? കൈയും കെട്ടി നോക്കി നിൽക്കും. പക്ഷെ കൈയും കെട്ടി നോക്കി നിന്നു എന്നുള്ളതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ ആ കുട്ടി മരണപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചാലഞ്ചുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ചെറിയ, നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നതിന്റെ ചെറിയൊരു മാറ്റം ഈ സെനാരിയോക്ക്, പക്ഷെ ഞാൻ സാന്ദർഭികമായിട്ടൊന്ന് പറഞ്ഞു മാത്രം. അതൊരു ചാലഞ്ചാണ്. ഇങ്ങനെയുള്ള ബിഹേവിയറുകൾ, പെരുമാറ്റങ്ങൾ നമ്മൾ കാണാൻ പറ്റും. അവിടെ എന്ത് ചെയ്യണം? ആ ചാലഞ്ചിനെ മറികടക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ? നമ്മൾ ചിലപ്പം അത് ഇൻഫോം ചെയ്യണം, പരാതി കൊടുക്കണം,
ചിലപ്പോൾ നമ്മളെ വീട്ടിൽ വന്നിട്ട് നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ ഇത്രയും ക്രൂരമായ ഒരു കാര്യം ഞാൻ അന്ന് കാണുകയുണ്ടായി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള നമുക്ക് തിരിച്ചു വരാം. ഈ ചാലഞ്ചുകൾ ഉണ്ടാകുമ്പോൾ അതിലേക്ക് അഡാപ്റ്റ് ആവാനും പഠിക്കാനും മാറാനും മുന്നോട്ട് പോകാനുള്ള കഴിവ് നമുക്കുണ്ടാകും. അതേപോലെ തന്നെയാണ് കോൺഫിഡൻസും സെൽഫ് ബിലീഫും ഒക്കെ നിങ്ങൾക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നന്നായിട്ട് എൻഹാൻസ് ചെയ്യപ്പെടും എന്നുള്ളത്. ഇനി ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടാക്കിയെടുത്തെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതിലൊന്നാണ് നമുക്ക് സെറ്റ് ബാക്ക് ഉണ്ടാകുമ്പം, തോൽക്കുമ്പം, പെർഫോം ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന് നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ആ ഒരു കാര്യത്തിന് നമ്മൾ ഓവർകം ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമം കൊണ്ടുവരിക. നിങ്ങളുടെ ട്രെയിനിങ്ങുകളിൽ നിങ്ങൾ കൂടുതൽ നിങ്ങളെ തന്നെ ചാലഞ്ച് ചെയ്യുക, നിങ്ങളെ തന്നെ കൂടുതൽ വിശ്വസിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെയാണ് ആ മോട്ടിവേഷനും ഫോക്കസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ വേറൊരു ഇൻട്രസ്റ്റ് നമുക്ക് രൂപപ്പെട്ടു, നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് IT റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ അപ്പം നമുക്ക് കളിക്കാനുള്ള മോട്ടിവേഷൻ നമുക്ക് നഷ്ടപ്പെടും. സോ അതൊരു മോശമായിട്ടുള്ള കാര്യമല്ല. അത് മോശമാണ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിറ്റ്നസിനെയൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ അത് ബാധിക്കുകയാണെങ്കിൽ, നന്നായിട്ട് പന്തൊക്കെ കളിക്കുന്ന ഫിറ്റ്നസ് ട്രെയിനിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരാൾ, ജിമ്മിലൊക്കെ പോകുന്ന ഒരാൾ പെട്ടെന്ന് അതൊക്കെ നിർത്തി വെറും കമ്പ്യൂട്ടറിന് മുന്നിൽ IT റിലേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹെൽത്തിനെ അത് ബാധിക്കും. അത് അങ്ങനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് മോശമാണ്. എന്നാൽ അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പറഞ്ഞതെന്ന് വെച്ചാൽ ആ മോട്ടിവേഷനും ഫോക്കസും ഒക്കെ നമുക്ക് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെയാണ് ചില സമയങ്ങളിൽ നമുക്ക് പ്രഷറും എക്സ്പെക്ടേഷനും ഒക്കെ കൂടുതലായിരിക്കും. നല്ല പ്രഷർ ഉണ്ടാവും, കാരണം നല്ല എക്സ്പെക്ടേഷൻ. അപ്പം നമ്മൾ നല്ല കളിക്കാരനാണ്, ചിലപ്പോൾ ഒരു സെനാരിയോയിൽ ഒരു ഗോൾ അടിക്കുമ്പോഴേക്ക് നമ്മൾ സ്റ്റാർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അത് ചിലപ്പം നമുക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല എങ്ങനെയാണ് ആ ഗോള് അടിച്ചതെന്നുള്ളത്. പക്ഷെ സ്മാർട്ടായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സെനാരിയോ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വലിയ ക്വാളിറ്റിയാണ് ഒരു പ്ലെയറുടെ, ഓരോ സെനാരിയോയും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കഴിയുന്നുള്ളത്. ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പാസ് കൊടുത്തു, എന്തുകൊണ്ട് കൊടുത്തു, ആ കൊടുത്തതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഞാൻ ആ പാസ് ഇങ്ങോട്ടേക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്തൊക്കെയായിരിക്കും പ്രശ്നം എന്നൊരാൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ആ ഒരു പ്ലെയർ വളരെ ബ്രില്യൻ പ്ലെയർ ആയിട്ട് മാറും എന്നുള്ളതാണ് വസ്തുത. സോ എനിവേ, അപ്പോൾ പ്രഷർ ഉണ്ടാവും, എക്സ്പെക്ടേഷൻസ് നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ആണെങ്കിൽ അത് പ്രഷർ ഉണ്ടാക്കും. അതൊക്കെ ഒരു ചാലഞ്ചാണ് ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ടീമിൽ ഒരു നല്ല ഒരു അന്തരീക്ഷം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു, പക്ഷെ ആ ടീമിൽ പിന്നീടായിരിക്കും ഒരു പ്രശ്നം പൊട്ടിപ്പുറപ്പെടുന്നത്. ചിലപ്പോൾ ഒരുത്തനെ ഇവൻ ആ പറഞ്ഞത് ശരിയല്ലോ, അവൻ എന്നെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ആ ഉണ്ടാക്കിയെടുത്ത ആ ഒരു സാഹചര്യം, ഒരു അന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അത് വലിയൊരു ചാലഞ്ചാണ്. അപ്പൊ അതൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരു പ്രശ്നം വരുമ്പോഴേക്ക് തന്നെ ഈ ഒരു പ്രശ്നം നമ്മൾ വലുതായി കഴിഞ്ഞാൽ അത് എല്ലാവരെയും ബാധിക്കും, ടീമിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും, ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അത് ഫാമിലി ഇഷ്യൂസ് ആണെങ്കിൽ ഫാമിലിയെ ബാധിക്കും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അത് അപ്പോൾ തന്നെ തടയാൻ പറ്റിയ രീതിയിലേക്ക് നമ്മൾ മാറണം. അല്ലെങ്കിൽ എന്താണ്, ഇതൊക്കെ വലിയൊരു ചാലഞ്ചായിട്ട് നമ്മളെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നഷ്ടപ്പെടാനുള്ള ഒരു കാരണമായിട്ട് മാറും. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പരിക്കുകൾ പറ്റുക എന്നുള്ളത്. പരിക്കുകൾ പറ്റി കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പോൾ നിങ്ങൾ പോഡ്കാസ്റ്റ് കണ്ടിട്ടുണ്ടാവും കോച്ച് അസീസുമായിട്ടുള്ള. അസീസ് കോച്ച് റഫറിങ്ങിലേക്ക് തിരിഞ്ഞത് എങ്ങനെ, അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത് കൊണ്ടാണ്. പരിക്ക് പറ്റുമ്പോൾ സാധാരണ അതേ സമയത്ത് ഒരാൾക്ക് പരിക്ക് പറ്റി, എൻ്റെ എല്ലാ പ്രതീക്ഷകളും കഴിഞ്ഞു, ഇനിയിപ്പോ ഈ മേഖലയിലേക്കൊന്നും ഇല്ല എന്നും പറഞ്ഞിരിക്കാം. നേരെ മറിച്ച് അദ്ദേഹത്തിന് കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പരിക്ക് പറ്റിയ ഒരാളെ സംബന്ധിച്ച് റഫറിങ് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിലേക്ക് തിരിഞ്ഞു. അങ്ങനെയെങ്കിലും ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിലനിൽക്കാം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് മാറി. സോ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. അപ്പം എപ്പോഴും ഇഞ്ചുറി ഒക്കെ പറ്റുമ്പോൾ ആളുകൾ തകരാൻ സാധ്യതയുണ്ട്. ഇത്ര ആളുകൾ എനിക്കറിയാം, ഇത്ര മെസ്സേജ് എനിക്ക് വരുന്നതാണ്. സോ അത് ഒരു വലിയ ചാലഞ്ചായിട്ട് മാറുന്നതാണ്. ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു 3 പ്ലേയേഴ്സിനെ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നതാണ്. ഒന്ന് സുനിൽ ഛേത്രിയുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് അറിയാലോ. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മെന്റാലിറ്റിയും പേഴ്സണാലിറ്റിയും ഒക്കെയാണ് അദ്ദേഹത്തെ ഇത്രയും വർഷങ്ങളായിട്ട് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട്
നമ്മുടെ ടീമിന് വേണ്ടിയിട്ട്, ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് സ്കോർ ചെയ്യാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത്. സോ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് പഠിക്കേണ്ട ഒരു കാര്യമാണ്. സന്ദേശ് ജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കളിക്കളത്തിൽ എന്ത് പറ്റും, ഞാൻ ഇവരുടെ ഒന്നും മിസ്റ്റേക്കുകളല്ല കേട്ടോ, ടെക്നിക്കൽ ചിലപ്പം നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടാവും, പാസ് കൊടുത്തത് ശരിയല്ല, അങ്ങനത്തെ ഒക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാവും, അതൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കളിക്കളത്തിൽ എല്ലാം സമർപ്പിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് അല്ലെ, അത് ഇതിന്റെ ക്യാരക്ടറാണ്. പരിക്ക് പറ്റുക ഞാൻ സ്റ്റിൽ അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി പറ്റൊരു കളിക്കളത്തിൽ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുകയാണ്, അതിനെ പോസിറ്റീവായിട്ട് നോക്കി കാണുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ എല്ലാം നൽകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നേരെ മറിച്ച് ഒരു ഫർദർ ഇഞ്ചുറിയിലേക്ക് പോകുന്ന ഒരു ഇഞ്ചുറിയാണെങ്കിൽ അദ്ദേഹം കളിക്കൂല കേട്ടോ. ഒരു ജോയിന്റ് ഇഞ്ചുറി അല്ലെങ്കിൽ മസിൽ ഇഞ്ചുറി ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫഷണൽ ആയിട്ട് കളിക്കാരെല്ലാം കയറിപ്പോകും. പക്ഷെ നേരെ മറിച്ച് ചില വേദനകളൊക്കെ ആണെങ്കിൽ അത് സഹിക്കാനും, പിന്നെ ചില ഷോട്ടൊക്കെ വരുമ്പം കംപ്ലീറ്റ് ബോഡി അതിന്റെ മുന്നിലേക്ക് എറിയാനും ഒക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി, ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സന്ദേശ് ജിങ്ങിനെ അതേപോലെ തന്നെയാണ് പുയോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ക്യാപ്റ്റൻ ആണ്. എല്ലാ സമയങ്ങളും ചില കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാവും, അദ്ദേഹം കോൺഫ്ലിക്റ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഓരോ സെനാരിയോയും അദ്ദേഹം സമീപിക്കുന്നത് ആ രീതിയിലാണ്, വളരെ പോസിറ്റീവായിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു നല്ല ലീഡർഷിപ്പിലെ ബാഴ്സലോണ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല ടീമുകളിൽ ഒന്നിനെ ക്യാപ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ ആകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചത് അത്തരം നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടായതുകൊണ്ടാണ് എന്ന് സാന്ദർഭികമായിട്ട് പറയാണ്. ഇനി നമുക്കൊരു ഇത് നമ്മുടെ വർക്ക്ഷോപ്പുകളിലൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചില ആക്ടിവിറ്റീസ് ഞാനിപ്പോൾ ഒരുപാട് സമയം ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താൻ പോവാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ആൻസറിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്ന് കിടക്കുന്നുണ്ട് ഇവിടെ. ചിഞ്ചു ഫുട്ബോൾ കളിക്കുമ്പോൾ എനിക്ക് ചെറിയ ഒരു പേടിയുണ്ട്. പേടി നമുക്ക് പിന്നെ സ്വാഭാവികമായിട്ട് മാറ്റേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പേടി മാറ്റാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. പേടി സ്വാഭാവികമാണ് എന്ന് മനസ്സിലാക്കുക, എല്ലാവർക്കും പേടി ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക, വഴിയെ അത് മാറ്റാനുള്ള സ്ട്രാറ്റജികളിലേക്ക് പോവുക. ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു ടോപ്പിക് തന്നെ ഡിസ്കസ് ചെയ്തത് നമ്മുടെ വീഡിയോയിൽ. ഫിയർ എന്നാണ് അതിന്റെ പേര്. പ്രീത ഹായ്. ബാസിൽ ചോദിക്കുന്നു, ഞാനൊരു 15 ഓൾഡ് ബോയ് ആണ്, എനിക്ക് ആപ്സ് വിസിബിൾ ആവുന്നില്ല. ഞാൻ വർക്ക്ഔട്ട് തുടങ്ങിയിട്ട് ഇന്ന് 56 ഡേയ്സ് ആയി. പിന്നെ ഡെയിലി 1700 കിലോ കാലറി ബിലോ ആണ് കഴിക്കുന്നത്. 3 or 4 ഡേയ്സ് മാത്രം 2000 കിലോ കാലറി ആയി കാണും. ആപ്സ് വിസിബിൾ ആവാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. അതില് ഒരു കാരണമാണ് നിങ്ങളുടെ ബോഡി ടൈപ്പ് എന്ന് പറയുന്നത്, വേറെ നിങ്ങളുടെ ജെനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ആ ആപ്സ് വിസിബിൾ ആകുന്നോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ആപ്സ് സ്ട്രോങ് ആണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇവിടെ കാലറി ഇൻടേക്കിന്റെ കാര്യങ്ങളൊക്കെ ബാസിത്ത് പറയുന്നുണ്ട്. അപ്പം ചെയ്യേണ്ടത് മാറ്റങ്ങൾ വരുത്തി നോക്കുക എന്നുള്ളതാണ്. ചിലപ്പം ഒരേ രീതിയിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പ്ലാറ്റ്യൂ മോഡ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ. ഇപ്പം ഒരു വർക്ക്ഔട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, അപ്പം 2 ആഴ്ച കഴിയുമ്പം കുറച്ച് പ്രോഗ്രസ് കാണും, പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ കുറച്ചുകൂടി പ്രോഗ്രസ് കാണും, പിന്നെ ചിലപ്പോൾ പ്രോഗ്രസ്സേ കാണില്ല, പിന്നെ അത് ഇങ്ങനെ പ്ലാറ്റി ആയിട്ട് പോകും. കാരണം നിങ്ങൾക്ക് അവിടെ നമ്മൾ വർക്കൗട്ടായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്ത് നോക്കേണ്ടി വരും, മാറ്റങ്ങൾ വരുത്തി നോക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ ഇന്റൻസിറ്റി കൂട്ടി നോക്കേണ്ടി വരും, ഇന്റൻസിറ്റി കുറച്ച് നോക്കേണ്ടി വരും. നിങ്ങളുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്നത് ഇപ്പോൾ 1700 കിലോ കാലറി എന്നാണ് പറയുന്നതെങ്കിലും ഇത് എവിടുന്ന് എങ്ങനെയാണ് ഈ 1700 എത്തിയെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് 3 ദിവസം 1700 ബാക്കിയുള്ള സമയങ്ങൾ 2000 ഒക്കെയാണ്. ചിലപ്പോൾ അത് എക്സ്ട്രാ ആയിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. അത് നിങ്ങളെ പേഴ്സണലൈസ് ചെയ്യുന്ന ആളുകളാണെന്ന് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാ കാര്യങ്ങളായിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ചെയ്ത് നോക്കുക. അങ്ങനെയാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുക. ഹായ് ഇഹ്സാൻ. ബാസിത്തിന്റെ ചോദ്യങ്ങൾ 2-3 തവണ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, ഞാൻ അതിന് ഉത്തരം പറഞ്ഞു.
പ്രണവാണ് പ്രീതാവി എന്ന് പറയുന്ന പ്രൊഫൈലിൽ നിന്ന് വന്നത്. ഇനി വേറെ സാറിന്റെ വാട്സാപ്പ് നമ്പർ തരുമോ ചോദിച്ചിട്ടുണ്ട്. വാട്സാപ്പ് നമ്പർ ഞാൻ തരാം, കുറച്ചും കൂടി കഴിയട്ടെ. കാരണം വാട്സാപ്പ് നമ്പറിൽ നിങ്ങളിപ്പം മെസ്സേജ് ചെയ്താലും ഞാൻ റിപ്ലൈ തരാനുള്ള സമയമല്ല, ഒരുപാട് ബിസിയാണ് ഈ സമയത്ത്. സോ ലേറ്റർ നമ്മൾ വാട്സാപ്പ് നമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ചിഞ്ചു ചോദിക്കുന്നത് രാവിലെ എത്ര മണിക്ക് എണീറ്റ് ആണ് വർക്കൗട്ട് തുടങ്ങേണ്ടതെന്നാണ്. രാവിലെ എത്ര മണിക്ക് എണീറ്റ് വർക്കൗട്ട് തുടങ്ങിയാലും നല്ലതാണ്. വർക്കൗട്ട് ഡെയിലി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അത് രാവിലെ ചെയ്താലും വൈകുന്നേരം ചെയ്താലും ഒക്കെ പ്രധാനം തന്നെയാണ്. എന്നാൽ ചില പഠനങ്ങൾ പ്രകാരം വൈകുന്നേരം നിങ്ങളുടെ ബോഡി കുറച്ചും കൂടി ആക്റ്റീവ് ആയിരിക്കും, കുറച്ചും കൂടി ഹോട്ട് ആയിരിക്കും, ചൂടായിരിക്കും. അതുകൊണ്ട് വൈകുന്നേരങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്, പഠനങ്ങളുണ്ട്. എനിവേ നിങ്ങൾ രാവിലെ ഒരു സമയം, ഇപ്പം 5 മണി എന്ന് പറഞ്ഞാൽ 6 മണി എന്ന് പറഞ്ഞാൽ 7 മണി എന്ന് പറഞ്ഞാലും ഡസൻ മേക്ക് എനി ഡിഫറൻസ്. എപ്പോഴെന്ന് വെച്ചാൽ എണീറ്റ് വർക്കൗട്ട് ചെയ്യാം. അർജുൻ ചോദിക്കുന്നത് ബ്രോ എനിക്ക് 18 വയസ്സായി, വീട്ടുകാർ പറയുന്നത് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അത് വഴി ഫുട്ബോൾ ടീം കയറാൻ എനിക്ക് ആ ചോദ്യം മനസ്സിലായിട്ടില്ല. എഞ്ചിനീയറിംഗ് കോളേജ് ടീമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം നിങ്ങൾ ഫുട്ബോൾ ആയിട്ട് പിന്നെ അടിപൊളിയായിട്ട് നിൽക്കുന്ന കോളേജുകളിൽ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഫുട്ബോളിൽ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, കളിക്കാരൻ ആസ് എ പ്ലെയർ. ബട്ട് നിങ്ങൾക്ക് ഫുട്ബോൾ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും കരിയർ എല്ലാം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ സുഹൃത്തുക്കളെ, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. കുറച്ച് അധികമായെന്ന് എനിക്കറിയാം, പക്ഷെ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഇനി നമ്മുടെ ലൈവുകളൊക്കെ പോവുക. ഓരോ ആഴ്ചയും നമ്മൾ ഓരോ വിഷയം എടുത്തിട്ട് ഡിസ്കസ് ചെയ്യായിരിക്കും ചെയ്യുക. വെറുതെ നമ്മൾ ഓരോ കാര്യങ്ങൾ വായിച്ച് ചാറ്റിൽ ഹായ് പറഞ്ഞ് മാത്രം പോയാൽ അത് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാക്കുക എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ അതേ സമയത്ത് നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് നിൽക്കുകയും വേണം. എനിവേ, താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ലൈവിൽ വീണ്ടും പുതിയ സബ്ജക്റ്റുകളുമായിട്ട് കാണാം. ഗുഡ് ബൈ.